പ്രധാനമന്ത്രി നാളെ കേരളത്തിലെത്താനിരിക്കെ സാബു എം ജേക്കബിന്റെ 2020-യെ NDA പാളയത്തിലെത്തിച്ച് BJP. പ്രധാനമന്ത്രി നാളെ 2020-ക്ക് NDA അംഗത്വം നൽകും. LDFും UDFും 2020-യെ ഇല്ലാതാക്കാൻ ശ്രമിച്ചെന്നും ആലോചിച്ചെടുത്ത തീരുമാനമാണെന്നും സാബു എം ജേക്കബ് വ്യക്തമാക്കി. വികസന മുദ്രാവാക്യവുമായി സഹകരിക്കുന്നവർ ഇനിയും NDAയ്ക്കൊപ്പം ചേരുമെന്ന് രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു. NDA മീറ്റിംഗിനിടെ സർപ്രൈസ് നീക്കമായിരുന്നു 2020-യുടെ NDA പ്രവേശം. സാബുവും ജേക്കബും രാജീവ് ചന്ദ്രശേഖറും ചേർന്ന് നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ 2020 NDAയിലേക്കെന്ന പ്രഖ്യാപനമെത്തി. 2020-യെ നശിപ്പിക്കാൻ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 25 പാർട്ടികൾ ഒന്നിച്ചാണ് ശ്രമിച്ചത്. ഈ സാഹചര്യത്തിൽ ഒറ്റയ്ക്ക് നിന്നിട്ട് കാര്യമില്ല. ആശയപരമായി യോജിക്കാൻ കഴിയുന്നത് NDAയുമായിട്ടാണെന്ന് മനസ്സിലാക്കിയതിനു ശേഷമാണ് മുന്നണി പ്രവേശമെന്നും സാബുവും ജേക്കബ്. ഞങ്ങളെ ഇല്ലാതെയാക്കണമെന്ന് വിചാരിച്ചവർക്ക് ഞങ്ങൾ എങ്ങനെ ഈ കേരളത്തെ മാറ്റിയെടുക്കുമെന്ന് കാട്ടിക്കൊടുക്കണം. അതിന് ഞങ്ങൾ ആലോചിച്ച് തീരുമാനിച്ച ഒരു സംഗതിയാണ് NDAയോടൊപ്പം, മോഡി സർക്കാരിനോടൊപ്പം, അവരുടെ വികസന കാഴ്ചപ്പാടിനോടൊപ്പം ഈ കേരളത്തെ മാറ്റിയെടുക്കാനായിട്ടുള്ള ദൗത്യം ഞങ്ങൾ ഏറ്റെടുക്കാനുണ്ടായത്. 2020 വികസനം നടപ്പാക്കിയ പാർട്ടിയാണെന്നും സമാന ചിന്താഗതിക്കാരുമായി NDA വിപുലീകരണം ഇനിയും ഉണ്ടാകുമെന്നും രാജീവ് ചന്ദ്രശേഖർ. നിങ്ങൾ കാണുന്ന ട്രെൻഡ് NDAന്റെ ഈ വികസന രാഷ്ട്രീയത്തിന്റെ ഒരു അക്സെപ്റ്റൻസ്, ജനങ്ങളുടെ മനസ്സിലൊരു അക്സെപ്റ്റൻസും രാഷ്ട്രീയക്കാരുടെ മനസ്സിലൊരു അക്സെപ്റ്റൻസും രാഷ്ട്രീയ പാർട്ടീസിന്റെ മനസ്സിലൊരു അക്സെപ്റ്റൻസും, ഇതാണ് നിങ്ങൾ കാണുന്നത്. നാളെ നരേന്ദ്രമോദിക്കൊപ്പം സാബുവും ജേക്കബും NDA വേദിയിലെത്തുമെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.